അതായത് സിജോ, ഈ ഓമന ഡാനിയലിനെ ഏതെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചൊരു കഥയല്ല, പകരം മാനമോഷണം പോയി അപ്പൊ പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് ഇതെന്നാണോ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്? അതെ, അങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഇവരെ പ്രതിയാക്കാൻ വേണ്ടി ബോധപൂർവം പോലീസ് ചെയ്തിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൊഴി നൽകാൻ നിർബന്ധിക്കുക ചെയ്തത് എന്നുള്ളതാണ്. അവര് ഈ ഓമന ഡാനിയൽ ഈ ജീവനക്കാരിയെ മനഃപൂർവ്വം പ്രതിയാക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയോ ചെയ്തതൊന്നുമല്ല. ഇവർക്കൊരു മറവി പ്രശ്നമുള്ള ഒരാളാണ്. അങ്ങനെ പുറത്തു പോയപ്പോൾ പതിവായി വെക്കുന്ന സ്ഥലത്ത് ആ മാല വെച്ചില്ല, വേറൊരു സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് ഇവരെ കൊടുക്കാമെന്നൊരു ഉദ്ദേശം ഓമന ഡാനിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോധപൂർവം മാലയെടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളത് എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു നിലപാടിലേക്കല്ല എത്തിയത്. പക്ഷെ പരാതി കൊടുത്തതിന് ശേഷം അന്വേഷണം നടക്കുമ്പോൾ പ്രാഥമിക ഘട്ടം നിലയിൽ 2-3 ദിവസം മാത്രമായിട്ടുള്ളൂ അവിടെ ജോലിക്ക് അവർ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഇവരാണ് എടുത്തത് എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് പോകുന്നത്. അവർ പോലീസ് അങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളത് കൊണ്ട് ഇവരെ തന്നെ ഈ വീട്ടുടമയെ സംശയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ പോലും ഇവര് മാല കിട്ടിയതിന് ശേഷം അവർ ആ കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സോഫയിലിരുന്നാണ് ഈ മാല കിട്ടിയെന്ന് പറയുമ്പോൾ പോലീസ് അവിടെ പറയുന്നു നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ പോലീസിന്റെ വാദം അവിടെ തെറ്റാകും. എങ്ങനെയും ഇവർക്കെതിരെ സംശയത്തിന് നിലയിൽ നിർത്തി കേസ് ഈ വീട്ടുജോലിക്കാരിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിലേക്ക് പോയി എന്നുള്ളതാണ്. സിജോ, നമ്മൾ ഈ കേസ് ഉണ്ടായ മുതൽ ഈ വാർത്തകളിലെല്ലാം കാണിക്കുന്ന മുഖം ബിന്ദുവിൻ്റെതാണ്. ബിന്ദു തെറ്റുകാരിയല്ല, ബിന്ദു നിരപരാധിയാണ്. നോക്കൂ, ഈ CI ശിവകുമാറിന്റെ ഒരു ചിത്രം നമുക്ക് ലഭ്യമാണോ, ഒരു ദൃശ്യം ലഭ്യമാണോ? അതല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? ആ സംഭവം വന്നതിന് ശേഷം പറയുന്നത് പോലെ അതിനൊരു പരസ്യ പ്രതികരണത്തിനോ സംഭവങ്ങൾക്കോ വന്നിട്ടില്ല. അതിനുശേഷം അന്ന് നടത്തിയ അന്വേഷണത്തിന് ശേഷം ഈ പറയുന്നത് പോലെ ആക്ച്വലി എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സംഭവം പിന്നീട് ഒരു പ്രതികരണം വരാത്തതെന്ന് അറിയില്ല. ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെത് വരാത്തതെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. കാരണം അത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത്. ശരി, ഈ ശിവകുമാർ ഇപ്പോഴും സർവീസിലുണ്ടോ സിജോ? ശിവകുമാറുണ്ട്. ശിവകുമാറിന് അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്തിരുന്നു, മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്നല്ല, ഒരു ജനറൽ ട്രാൻസ്ഫർ വന്നപ്പോൾ മാറ്റിയതെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടികളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി മറ്റ് നടപടികളിലേക്ക് പോയിരുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയനായത് അവിടുത്തെ SI ആയിരുന്നു. SIയെ മറ്റൊരു പോലീസുകാരനെയുമാണ് സസ്പെൻഡ് ചെയ്തുള്ള നടപടികളിലേക്ക് പോയത്. പക്ഷേ CIക്കെതിരെ നടപടികളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CIക്ക് ഇതിന് കൃത്യമായി പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. CIക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അന്ന് രാത്രി CI അവിടെ എത്തി. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. അയാളുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തിരക്കഥ, ഇത്തരത്തിലുള്ള ഒരു കള്ളക്കഥ അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ തെളിവായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് CIക്കെതിരെ നടപടി വേണമെന്നുള്ളത്. വകുപ്പ് തല നടപടി വേണം, സസ്പെൻഷനോ അല്ലെ മറ്റു തല നടപടികളിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാതി നൽകി, ഇവരെ സംശയത്തിന് മുന്നിൽ നിർത്തുന്ന രീതിയിൽ പരാതി നൽകിയ, മൊഴി നൽകിയ ഈ ഓമന ഡാനിയലിനെതിരെയും തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും ഇതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആദ്യഘട്ടം മുതൽ പോലീസുകാരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. കാരണം മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്ര വാർത്തകൾ വരുന്നു. വലിയ പോരാട്ടം തന്നെയാണ് ഈ സ്ത്രീ നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അന്യായമായ കസ്റ്റഡിയിൽ നിൽക്കുന്ന സമയത്ത് നിർത്തിയ സമയത്ത് ഇവർ പലയിടങ്ങളിലും സമീപിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അത്തരത്തിലുള്ള കാര്യമായ നടപടികൾ ഉണ്ടായില്ല. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ സമീപിച്ച് ഒരൊറ്റയാൾ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളിലേക്ക് പോകേണ്ടി വന്നത്. എന്തായാലും ഇത്തരം ഒരു മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇതൊരു സാധാരണ രീതിയിൽ വന്നു പോകുന്ന ഒരു കേസായി പോയതിനെ. ആ സ്ത്രീയുടെ ഈ ബിന്ദുവിൻ്റെ ഈ ഒരു ദുരനുഭവം ലോകം അറിയുണ്ടായിരുന്നില്ല. അത്തരം ദുരനുഭവങ്ങൾ വാർത്തയായി വന്നതിലൂടെയാണ് ഈ നടപടിയെടുക്കാൻ ആദ്യഘട്ടത്തിലെങ്കിലും നിർബന്ധിതരായത്. ഇനി എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി.